ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു പവ്വാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മിൽക്ക് ബോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പവ്വാസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും നോട്ടിഫിക്കേഷൻ കിട്ടാൻ ദയവായി ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള മിൽക്ക് ബോൾ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 3 സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതേ സ്പൂണിൽ തന്നെ 6 സ്പൂൺ വെള്ളവും. ഇപ്പോൾ നമ്മൾ 6 സ്പൂൺ വെള്ളമൊഴിച്ചു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂൺ ബട്ടറാണ്. അപ്പോൾ നമുക്ക് 1 സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ സ്റ്റൗവിൽ വെക്കാം. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടറും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 125 ഗ്രാം പാൽപ്പൊടി ചേർക്കാം. പാൽപ്പൊടി ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നമുക്കിതുപോലെ പാൽപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് പാൽപ്പൊടി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ബോളിന് വേണ്ട പാൽപ്പൊടി നന്നായിട്ട് കറക്റ്റായി വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് ഇതുപോലെ വിട്ടുവരുന്ന പരുവമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽപ്പൊടി 2 പാർട്ടാക്കി വെക്കാം. ചെറിയൊരു പാർട്ട് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വലിയ പാർട്ടിലേക്ക് നമ്മൾ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ റെഡ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ റെഡ് കളർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും എടുത്തു വെക്കാം. ഇപ്പോൾ റെഡ് കളറും യെല്ലോ കളറും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസുകളാക്കി വെക്കാം. റെഡ് കളർ ഞാൻ വലിയ ബോളാക്കിയും യെല്ലോ കളർ ചെറിയ ബോളാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തേച്ച് അതിനുശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതൊന്ന് പരത്തിയതിന് ശേഷം റെഡ് എടുത്താണ് ഞാൻ പരത്തുന്നത്. റെഡ് പരത്തിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് യെല്ലോ ബോൾ വെച്ച് കൊടുത്ത് ഇതുപോലെ ചുരുട്ടിയെടുത്ത് നന്നായി ഉരുട്ടിയെടുത്ത് മിൽക്ക് ബോൾ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ബോൾ ഇവിടെ റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള മിൽക്ക് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവ്വാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്